ഗുഡ് മോർണിംഗ് വെസ്റ്റീജൻസ്. ഞാൻ വെസ്റ്റീജ് ഏരിയ സെയിൽസ് മാനേജർ വിഷ്ണു മോഹൻ. ഇന്ന് നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു സെഷനാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റേറിയൻ കാറ്റഗറിയിൽ പുതിയ പ്രൊഡക്റ്റ് വെജിറ്റേറിയൻ കാൽസ്യം നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് നയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലുകൾക്കും അതുപോലെ പല്ലുകൾക്കും ഒക്കെ തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെൽത്തി ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലുള്ള ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലുകളും പല്ലുകളും വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷേ എന്നാൽ ഇന്നത്തെ ഒരു കാര്യത്തിൽ, ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും അതുപോലെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി, കാൽസ്യത്തിൻ്റെ കുറവ് വളരെയധികം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കാൽസ്യം ഡെഫിഷ്യൻസി അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. 10 പേരെ എടുത്താൽ, പ്രായപൂർത്തിയായ 10 പേരെ എടുത്താൽ അതിൽ 7 ആൾക്കാർക്ക് ഇന്ന് കാൽസ്യം ഡെഫിഷ്യൻസി കൂടുതലാണ് എന്നുള്ളത് പഠനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-ൽ ഒരാൾ മാത്രമാണ് ഇന്ന് കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത്. ഇത്രയും പേർക്ക് കുറവുണ്ടായതിൽ 4 പേരിൽ ഒരാൾ മാത്രമാണ് സപ്ലിമെൻറ്റ് എടുക്കുന്നത്. അങ്ങനെയുള്ള കണക്ക് നമ്മൾ സർവേകളിലൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ 24 കോടി യൂണിറ്റ്സ് കാൽസ്യം മാത്രമാണ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഇവിടെ വിൽപ്പന നടക്കുന്നത്. അതായത് 140 കോടി ജനങ്ങൾ ഇന്ത്യയിൽ കണക്കാക്കി തന്നെ അതിൽ 100 കോടി ജനങ്ങൾ മാത്രമാണ് ഇന്ന് ഈ പറയുന്ന കാൽസ്യം സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു സ്റ്റഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റീജിൻ്റെ കാര്യത്തിൽ പരിഗണിച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർമാർ ഇന്ന് വെസ്റ്റീജിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ 50,000 പേര് മാത്രമാണ് മാസത്തിൽ വെസ്റ്റീജിൻ്റെ കാൽസ്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ 10 ലക്ഷം പേർക്ക് 50,000 പേരെന്ന കണക്കിൽ മാത്രമാണ് ഇവിടെ നമ്മളുടെ വെസ്റ്റീജിൽ മാത്രം സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാൽസ്യം ഡെഫിഷ്യൻസി ആളുകൾക്ക് ഉണ്ടാകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഡെഫിഷ്യൻസി നമുക്കത് എങ്ങനെ നമുക്ക് ചലഞ്ചിനെ ഫേസ് ചെയ്യാൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 10-ൽ 4 ആൾക്കാർക്ക് ഇന്ന് ഇന്ത്യയിൽ 10-ൽ 4 ആൾക്കാർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണ രീതി ആ രീതിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഡയറ്ററി ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനിലൂടെ ഒന്നും ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെയും കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വളരെ കുറവായി വന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 കോടി ജനങ്ങളുടെ പോപ്പുലേഷനിൽ തന്നെ 39 കോടി ആൾക്കാർ വെജിറ്റേറിയനാണ്. ഇന്ത്യയിലെ 100 കോടി ജനങ്ങളിൽ 39 കോടി ജനങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുള്ളൊരു കാര്യവും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാൽസ്യം സപ്ലിമെൻറ്റ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ റീസെൻ്റായിട്ട് നമ്മൾ കുറേയധികം പ്രോഡക്റ്റ് ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. കൊളാജൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ വെജ് കൊളാജനായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഗ്ലൂക്കോസമിനെ നമുക്ക് വെജ് ഗ്ലൂക്കോസമിനായിട്ട് നമുക്ക് കൊണ്ടുവന്നു. അത് റീസെൻ്റായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റാണ്. ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് അത്രയധികം സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. വെജിറ്റേറിയൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് നമ്മൾ സപ്ലിമെൻറ്റുകൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഇനി ഒരുപാട് പ്രോഡക്റ്റുകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാട്ടുന്ന ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെജ് കാൽസ്യം ടാബ്ലറ്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. 100 ടാബ്ലറ്റ്സ് ആണ് ഒരു ബോട്ടിൽ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എല്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ പല്ലുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ബോഡിയുടെ 99% കാൽസ്യം ആഗിരണം ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ ഈ പറയുന്ന എല്ലിലേക്ക് പല്ലിലേക്ക് മാത്രമാണ്. ബാക്കി 1% നമ്മുടെ ബോഡിയിലെ മറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കുറയുന്നതിന് ഒരു ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സാധാരണയായിട്ട് ഒരു 30-40 വയസ്സ് വരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് നല്ല ബോഡിയിൽ വളരെയധികം കൂടുതലായിരിക്കും. ഈ ഒരു 30-40 വയസ്സൊക്കെ കഴിയുന്ന അവസരത്തിൽ ഇത് പുരുഷന്മാരിൽ പയ്യെ അവരുടെ ബോഡി ഏജ് കൂടുന്നതനുസരിച്ചിട്ട് കുറഞ്ഞു വരും. സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് മെനോപോസ് ആരംഭിക്കുന്ന കാലം തൊട്ട് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടും പഠനങ്ങളിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാധ്യത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പ്രായപൂർത്തിയായ ആൾക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ ഓസ്റ്റിയോഫീനിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലുകളിലേക്ക് മിനറൽ ഡെൻസിറ്റി കുറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്റ്റഡി നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രായപൂർത്തിയായ ആൾക്കാരിൽ 2-ൽ ഒരാൾക്ക് എന്നൊരവസ്ഥയിൽ ഈ പറയുന്ന ഓസ്റ്റിയോഫീനിയ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെറുപ്പക്കാരിലും വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാർ, ഈ യങ്സ്റ്റേഴ്സിൽ ഇന്ത്യയിൽ ഈ സ്റ്റഡീസിലൂടെ പറയുന്നുണ്ട്, യങ്സ്റ്റേഴ്സിൽ വളരെയധികം ഈ പറയുന്ന ഒരു പ്രോബ്ലം കണ്ടുവരുന്നുണ്ട്.
അത് 20കളിലാണ്, അവരുടെ 20കളിൽ തന്നെ ഇത്തരത്തിലുള്ള ഓസ്റ്റിയോഫീനിയ പോലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ എല്ലുകൾക്ക് സംബന്ധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് സ്റ്റഡീസിലൂടെയൊക്കെ സർവേകളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. പല ജേണൽസിലുമൊക്കെ ഇതിനെക്കുറിച്ച് പബ്ലിഷും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ന്യൂട്രീഷൻ അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ കാൽസ്യം അടങ്ങിയിട്ടില്ലാത്ത ഫുഡുകളൊക്കെ കഴിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ പുവർ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ സെഡേറ്ററി ആയിട്ടുള്ള എപ്പോഴും മന്ദഗതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്തൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നവരിലും ഇത് കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുന്ന ആൾക്കാരിലും, അപ്പോൾ വ്യായാമം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും കാൽസ്യത്തിന് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സൂര്യപ്രകാശം മതിയത്ര രീതിയിൽ ശരീരത്തിൽ ഏൽക്കാത്തതും ഇതിനൊരു കാരണമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ കൂടി പോയി കഴിഞ്ഞാലുള്ള പ്രോബ്ലംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ എല്ലുകൾക്ക് ഡാമേജ് സംഭവിക്കും. പ്രധാനമായിട്ടും നമ്മുടെ നട്ടെല്ലെന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഉയർന്ന് നിൽക്കാനും എഴുന്നേറ്റ് നിൽക്കാനും ജോലികൾ ചെയ്യാനും വെയിറ്റ് ഉയർത്താനും ഒക്കെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ തീർച്ചയായിട്ടും നട്ടെല്ല് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഭാഗമാണ്. അപ്പോൾ ഈ നട്ടെല്ലുകൾക്ക് വളവ് സംഭവിക്കുകയും അത് കൂടി വരുന്നൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ മറ്റ് സിംറ്റംസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമുക്ക് ബോഡിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുതുക് വേദന ഉണ്ടാകുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. മുതുകിൽ, അതായത് ശരീരത്തിൻ്റെ പിറഭാഗത്ത് വേദനകൾ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ എല്ലുകൾക്ക് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ വീക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ക്ഷീണം എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത്, മസിലുകൾ കോച്ചി പിടിക്കുന്ന പറയുന്ന പ്രശ്നങ്ങൾ, അതുപോലെ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്, സ്ത്രീകൾക്ക് ആർത്തവസംബന്ധമായിട്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ എല്ലുകൾ പൊട്ടിപ്പോവാണ് അല്ലെങ്കിൽ നഖങ്ങൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ നഖം പിളർന്നു പോകുന്നൊരവസ്ഥയ്ക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എല്ലുകൾക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയുക ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്, എല്ലുകൾ പൊടിഞ്ഞു പോകുന്നത്, അതുപോലെ പല്ലുകളുടെ ഉള്ളിലേക്കുള്ള റൂട്ടുകളൊക്കെ മാറി അല്ലെങ്കിൽ മോണയ്ക്ക് വീക്കം ഉണ്ടാകുന്നത് പോലുള്ള പ്രശ്നങ്ങൾ, ആമപാദം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്, ഓസ്റ്റിയോഫീനിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ വെജിറ്റേറിയൻ കാൽസ്യം എന്തുകൊണ്ട് മറ്റുള്ള കാൽസ്യത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കാൽസ്യം സിട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം സിട്രേറ്റ് നമ്മുടെ മസിലുകളെ സ്ട്രോങ് ആക്കാനും അതുപോലെ എല്ലുകളെ സ്ട്രോങ് ആക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ മഗ്നീഷ്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പോഷകമാണ്. അതുപോലെ സിങ്ക് വളരെ അത്യാവശ്യമാണ് എല്ലുകളെ സംബന്ധിച്ച്. കാരണം എല്ലുകളിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ സിങ്ക് അതിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലുകൾക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സിങ്ക്. മറ്റൊന്നാണ് വൈറ്റമിൻ D3. സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ ഏൽക്കുമ്പോഴാണ് വൈറ്റമിൻ D3 ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റമിൻ D3 ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യത്തിൻ്റെ അബ്സോർഷനെ കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ D3 ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് മഷ്റൂമിനകത്തു നിന്നാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ K2, വൈറ്റമിൻ B12 ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ K2 വൈറ്റമിൻ B12 എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള കാൽസ്യത്തിനെയൊക്കെ നമ്മുടെ എല്ലിലേക്ക് പല്ലിലേക്കൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ K2 വൈറ്റമിൻ B12 ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വെജ് കാൽസ്യം എന്നുള്ളത്. അപ്പോൾ വെജ് കാൽസ്യം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ഇതിനകത്ത് ജൈവ ഘടകങ്ങളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതൊന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദഹിക്കാൻ വളരെ എളുപ്പവുമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വെജ് കാൽസ്യം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഉപയോഗ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തിൽ നമുക്ക് 2 എണ്ണമാണ് നമുക്ക് ടാബ്ലറ്റ്സ് കഴിക്കേണ്ടുന്നത്. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഭക്ഷണത്തിന് ശേഷമാണ് കമ്പനി നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 675 രൂപയും DP പ്രൈസ് 449 രൂപയാണ്. ഇതിലൂടെ BV കിട്ടുന്നത് 282 രൂപ 282.93 ആണ് BV കിട്ടുന്നത്, ബിസിനസ് വോളിയം കിട്ടുന്നത്. PV കിട്ടുന്നത് 14.15 ആണ്. അപ്പോൾ ഇവിടെ ഇതിന് DP പ്രൈസ് കൊടുത്തിരിക്കുന്നത് GST ഇല്ലാതെയുള്ള പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉപയോഗിക്കുക. നിങ്ങളുടെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു.